നമസ്കാരം. 1970 റിലീസായ വാഴവേ മായം എന്ന സിനിമയ്ക്ക് വേണ്ടി അനശ്വരനായ വയലാർ രാമവർമ്മ എഴുതിയ വരികളാണ് ഞാനിവിടെ എൻ്റെ ക്യാപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അതായത് വേദകാലഘട്ടത്തിൽ നിന്നും വാൽമീകിയുടെ കാലഘട്ടത്തിൽ നിന്നുമൊക്കെ മനുഷ്യൻ മുന്നേറിയത് ചലനം, അല്ലാതെ ചലനം തടഞ്ഞിട്ടല്ല. ചലനം തടഞ്ഞാൽ അത് പുരോഗതിയല്ല, അധോഗതിയാണ്. അല്ലെങ്കിൽ ഈ ചലന സ്വാതന്ത്ര്യം തടയാൻ കുറെ ആൾക്കാർക്ക് ആരാ അവകാശം കൊടുക്കുന്നത്? ഇവിടെ ഈ ഇടയ്ക്ക് ഒരുത്തൻ വിളിച്ച് കൂവുന്ന കേട്ടു മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ, ബഹുമാനപ്പെട്ട ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ. രാഷ്ട്രപിതാവിലും ഭരണഘടനയിലും മാത്രമാണ് വിശ്വാസം, രാഷ്ട്രമാതാവിൽ വിശ്വാസമില്ല. രാഷ്ട്രമാതാവ് എന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. ഓക്കെ, ഈ ഭരണഘടനയിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യരുടെ ചലന സ്വാതന്ത്ര്യം തടയാൻ? ഏത് ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത്? പിന്നെ രാഷ്ട്രപിതാവ് അദ്ദേഹം പണ്ട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ട് ഗുണ്ടായുസം കൊണ്ട് ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയല്ല. അദ്ദേഹത്തിൻ്റെ സമരാഹ്വാനം കേട്ട ജനങ്ങൾ സമരത്തിന് ഇറങ്ങുമായിരുന്നു. അതിന് ജനങ്ങളിൽ വിശ്വാസ്യത വേണം, ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത വളർത്തണം. അപ്പോൾ ജനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇറങ്ങും. അങ്ങനെ ഭീഷണിപ്പെടുത്താതെ സമരം നടത്തി വിജയിപ്പിക്കണം. അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ജനപിന്തുണ എന്ന് പറയുന്നത്. അല്ലാതെ ഗുണ്ടായുസം കാണിച്ചും മറ്റ് ചെറ്റത്തരങ്ങൾ കാണിച്ചും വിജയിപ്പിക്കുന്നതല്ല സമരത്തിൻ്റെ രീതി. ഇനിയെങ്കിലും മനസ്സിലാക്കുക. ജനാധിപത്യം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇനിയെങ്കിലും മനസ്സിലാക്കുക. ജനങ്ങളുടെ മേൽ കുതിര കയറുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ വർഷാവർഷം നടക്കുന്നുണ്ടല്ലോ കേന്ദ്രത്തിനെതിരെ ഒരു പ്രഹസനം. ഭാരതബന്ധം എന്നാണ് പേര്. കേരളത്തിൽ മാത്രമാണ് ഈ പ്രശ്നം മുഴുവൻ. വാളയാറിനപ്പുറത്ത് ഇതൊന്നും ബാധകമല്ല. അല്ലെങ്കിൽ തിരുവനന്തപുരത്താണെങ്കിൽ കളിയിക്കാവിളയ്ക്ക് അപ്പുറം, കാസർഗോഡാണെങ്കിൽ തലപ്പാടിക്ക് അപ്പുറം ഇതൊന്നും ബാധകമല്ല. അവിടെയൊക്കെ ജനജീവിതം സാധാരണ രീതിയിൽ മുന്നോട്ട് പോകും. ഇവിടെ അങ്ങ് പ്രബുദ്ധത കൂടിപ്പോയി. എന്നിട്ട് എന്ത് നേടി? ഇത്രയും കാലം ഇതൊക്കെ ചെയ്തിട്ട് കേന്ദ്രം എത്ര നിയമം പിൻവലിച്ചു? ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇതൊക്കെ വെറുതെ ജനങ്ങളുടെ ഒരു ദിവസത്തെ അന്നന്നത്തെ കൂലി വാങ്ങിച്ച് ജീവിക്കുന്നവനാണ് ഇതിൻ്റെ നഷ്ടം. അല്ലാത്തവർക്ക് ഇതുകൊണ്ടൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഓരോ ദിവസവും കൂലിപ്പണി ചെയ്തും ചെറുകിട കച്ചവടങ്ങളും നടത്തിയും ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അന്നത്തെ വരുമാനം കൊണ്ട് വേണം അന്നത്തെ ചെലവ് കഴിഞ്ഞു പോകാൻ. അത്തരം മനുഷ്യരെയാണ് ഇത് ബാധിക്കുന്നത്. മനസ്സിലാക്കുക എന്ന് പറയേണ്ട കാര്യമില്ല, മനസ്സിലാവാഞ്ഞിട്ടല്ല, മനസ്സിലാവില്ല എന്ന് നടിക്കുകയാണല്ലോ. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഉറങ്ങുന്നവനെ ഉണർത്താം. കേന്ദ്ര നിയമങ്ങൾക്കെതിരെയാണ് സമരം നടത്തുന്നതെങ്കിൽ അങ്ങോട്ട് ചെല്ലണം, അവിടെ ചെന്ന് നിയമം ഉണ്ടാക്കി അവനെ തടയണം. അല്ലാതെ ഇവിടെ വഴിയിൽ സാധാരണ ജനങ്ങളെ തടയുകയും സാധാരണക്കാരൻ്റെ കച്ചവട സ്ഥാപനങ്ങൾ നടപ്പിക്കുകയല്ല എൻ്റെ രീതി. എന്താ ഈ കേരളം ഒഴിച്ച് വേറെ എവിടെ ഇതൊന്നും നടക്കാത്തത്? ഇവിടെ പോലീസിന് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല. പോലീസിൻ്റെ ലാത്തി പിടിച്ചു വാങ്ങിച്ച് പോലീസിനെ തല്ലിയാലും പോലീസ് കയ്യും കെട്ടി നിന്ന് കൊള്ളുകയാണ്. കാരണം ഭരണവർഗമാണല്ലോ എല്ലാത്തിനും സ്പോൺസർഷിപ്പ്. ഇനിയെങ്കിലും ചിന്തിക്കുക.